പ്രശസ്തമായ ഓരോ ഫൈറ്റിംഗ് ബുള്ളുകളുടെ പേരിൽ വാഹന വിപണിയിലേക്ക് വാഹനങ്ങളെ പടച്ചുവിടുന്ന ഒരു നിർമ്മാണ കമ്പനിയുണ്ട്. അതാണ് നമ്മളുടെയൊക്കെ ഹിറ്റ് ലിസ്റ്റിൽപ്പെടുന്ന ലംബർഗിനി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി. അവരുടെ ഓരോ മോഡലുകൾ എടുത്ത് പരിശോധിക്കുമ്പോഴും പ്രശസ്തമായ ഓരോ ഫൈറ്റിംഗ് ബുള്ളുകളുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. ആ ഗണത്തിൽപ്പെട്ട ഗയാഡോ എന്ന് പറയുന്ന ഒരു മോഡലിന്റെ കൂടെയാണ് ഇന്ന് നമ്മളുള്ളത്. അതാണ് ലംബർഗിനി ഗയാഡോ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലംബർഗിനി ഗയാഡോ എന്ന് പറയുന്ന മോഡലിൻ്റെ സ്പൈഡർ എന്ന് പറയുന്ന എഡിഷനാണ്. സ്പൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ടബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വാഹനവുമായി വന്നിട്ടുള്ളത് റോയൽ ഡ്രൈവിലെ ഷിൻഡോ സാറാണ്. സാർ വെൽക്കം. ഷിൻഡോ സാറെ കാണുമ്പോൾ തന്നെ അറിയാം ഈ വാഹനം റോയൽ ഡ്രൈവിൻ്റെ വാഹനമാണ്. റോയൽ ഡ്രൈവിൽ എത്ര പൈസക്കാണ് ഇത് വിൽക്കാൻ വെച്ചുള്ളത്? ഇത് 1,35,00,000. ശരിക്കും പറഞ്ഞാൽ 3,64,00,000 രൂപയാണ് ഇതിന്റെ പ്രൈസ്. വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്ന കാലത്ത്. പക്ഷെ ഇപ്പൊ ഇത് ശരിക്കും വിൽപ്പനയ്ക്കില്ല. മാത്രമല്ല വളരെ റെയർ ആയിട്ടുള്ള ഒരു എഡിഷൻ ആണല്ലേ. എന്തായാലും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരണം നമ്മൾ കാണുന്ന ആളുകൾക്ക് വേണ്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ലംബർഗിനി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ഗയാഡോ എന്ന് പറയുന്ന മോഡലാണ്. എഴുതുന്നത് ഗലാഡോ എന്നാണെങ്കിലും ചില ആളുകൾ ഗലാഡോ എന്ന് പ്രൊനൗൺസ് ചെയ്യാറുണ്ട് എങ്കിലും ശരിക്കും ഇതിനെ പറയുന്നത് ഗയാഡോ എന്നാണ്. അതായത് ശരിയായ പ്രൊനൗൺസിയേഷൻ ഈ വാഹനത്തിൻ്റെത് ഗയാഡോ എന്നാണ് എന്നർത്ഥം. ഗയാഡോ എന്ന് പറയുന്ന പദം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കനേഡിയൻ ഫൈറ്റിംഗ് ബുള്ളാണ്. അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രീഡിൻ്റെ പേരിലാണ് ഈ മോഡൽ അറിയപ്പെടുന്നത്. ലംബർഗിനി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ഒരു പ്രത്യേകത ഒരു ഫൈറ്റിംഗ് ബുള്ളുമായിട്ട് പലപ്പോഴും റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അവൻ്റഡോറിൻ്റെ കഥ പറയുമ്പോഴും ഗയാഡോയുടെ പേര് പറയുമ്പോഴും ഒക്കെയും ഒരു ഫൈറ്റിംഗ് ബുള്ള് എവിടെയൊക്കെയോ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ലംബർഗിനിയുടെ ലോഗോ പരിശോധിക്കുന്ന നേരത്തും അവിടെ ഒരു ഫൈറ്റിംഗ് ബുള്ള് കാണാം. ഇതിന് വളരെ രസകരമായിട്ടുള്ള ഒരു ചരിത്രം പറയുന്നത് ലംബർഗിനി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ സ്ഥാപകന് ഫൈറ്റിംഗ് ബുള്ളുകളുമായി ഭയങ്കരമായ ബന്ധമായിരുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫൈറ്റിംഗ് മത്സരങ്ങൾ സ്ഥിരമായി കാണുകയും അതിൻ്റെ ഒരു വലിയ ആരാധകനായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലംബർഗിനി എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ലോഗോയുടെ കൂടെ ഒരു ഫൈറ്റിംഗ് ബുള്ളിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗയാഡോ എന്ന് പറയുന്ന മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ 2003 മുതൽ 2013 വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു ഗയാഡോ എന്ന് പറയുന്ന മോഡൽ വാഹന വിപണിയിലേക്ക് നിർമ്മിക്കപ്പെട്ടിരുന്നത്. പിന്നീട് 2013 അത് അവസാനിപ്പിക്കുകയും 2014 ഹുറൈക്കാൻ എന്ന് പറയുന്ന മോഡലുമായിട്ട് ലംബർഗിനി ഗയാഡോ റീപ്ലേസ് ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ റീപ്ലേസ് ചെയ്യപ്പെട്ടതിൽ 2013 മോഡൽ വാഹനത്തെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2013 മോഡലിലേക്ക് വന്ന സമയത്ത് വന്ന പ്രധാനപ്പെട്ട വ്യത്യാസം ബമ്പറായിരുന്നു. നേരത്തെ നമ്മുടെ ചാനലിൻ്റെ അകത്ത് ഇതിന് മുമ്പുള്ളൊരു ഗയാഡോയുടെ മോഡലിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ആ ഒരു വീഡിയോ കണ്ട ആളുകൾക്കറിയാം കുറച്ചുകൂടി എതിളകളുള്ള ഒരു ബമ്പറായിരുന്നു ഇതിനുണ്ടായിരുന്നത്. പക്ഷേ ഇതിലേക്ക് വന്ന സമയത്ത് 2 എയർ ഡാമുകൾ മാത്രമായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഒരു പുതിയ ബമ്പറാണ് വന്നിട്ടുള്ളതെന്ന് പറയാം. 2013 വന്ന സമയത്ത് വന്ന വലിയ ചേഞ്ചുകൾ ഫ്രണ്ടിലെയും ബാക്കിലെയും ബമ്പറുകൾ മാറി എന്നുള്ളത് മാത്രമായിരുന്നു. 2003 വാഹന വിപണിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിലും 2006 വെച്ച് നടന്ന ലോസ് ആഞ്ചലസ് മോട്ടോർ ഷോയിലാണ് ആദ്യമായിട്ട് സ്പൈഡർ എന്ന് പറയുന്ന മോഡലിനെ ലംബർഗിനി പുറത്തിറക്കുന്നത്. അങ്ങനെ പുറത്തിറക്കിയ ലംബർഗിനി ഗയാഡോ സ്പൈഡർ എന്ന് പറയുന്ന മോഡലിനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശരിക്കും ഈ വാഹനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള വിരാട് കോഹ്ലിയാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇത് ആകെ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതായത് കോഹ്ലി വളരെ കുറഞ്ഞ സമയത്ത് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ദൂരം സഞ്ചരിച്ചിട്ടുള്ള ഒരു വാഹനമാണ് ഇത് എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഒരു സെലിബ്രിറ്റി കാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് ഇത്. അതായത് വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ലംബർഗിനിയാണ് ഇത് എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 3 കോടിയിലധികം രൂപ എക്സ്ഷോറൂം പ്രൈസ് വരുന്ന ഈ വാഹനം ഇപ്പോൾ റോയൽ ഡ്രൈവിൽ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത് 1,35,00,000 രൂപയ്ക്കാണ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ലംബോർഗിനി എടുക്കണമെന്ന് ആവശ്യക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റോയൽ ഡ്രൈവിൽ ബന്ധപ്പെടാം. കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തെ നമ്മൾ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ നോക്കി കാണുന്ന സമയത്ത് വളരെ കുഞ്ഞൻ ഒരു വാഹനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ആ ഒരു എയറോഡൈനാമിക് ഡിസൈനിൻ്റെ എല്ലാ മികവും അതുപോലെ പാലിച്ച് ഒരു പൂർണ്ണത എത്തിയിട്ടുള്ള ഒരു സ്പോർട്സ് കാറിൻ്റെ ഫീല് നമുക്ക് ഈ ഒരു വാഹനത്തിന് ഏത് ഭാഗത്തു നിന്ന് നോക്കി കാണുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടോ,
ഒരു പ്രത്യേക ഡിസൈൻ മികവും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് കാര്യമായ കാര്യങ്ങളൊന്നും തന്നെ ഫ്രണ്ടിലില്ല. ഒരു ഹെഡ് ലാമ്പ് ഉണ്ട്, അതിനകത്ത് DRLനെ ക്രമീകരിച്ചിട്ടുണ്ട്, ഇൻഡിക്കേറ്ററും ക്രമീകരിച്ച് മൊത്തം ഒറ്റ യൂണിറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു Xenon ഹെഡ് ലാമ്പ് യൂണിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ എയർ ഡാമുകളെ ക്രമീകരിച്ചിട്ടുണ്ട്. വലിയ എയർ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു എയർ ഡാം ആണ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള എയർ ഡാം യൂണിറ്റാണ് ഈ വാഹനത്തിലുള്ളത്. അതുപോലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ലംബർഗിനിയുടെ ലോഗോ കാണാം. അതുപോലെ തന്നെ ഇതിങ്ങ് പൊക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ട്രങ്ക് സ്പേസും ഉണ്ട്. ഏകദേശം ഒരു 120 ലിറ്ററോളം കപ്പാസിറ്റിയുള്ള ഒരു ട്രങ്ക് സ്പേസാണ്. ലാമ്പ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 12 വോൾട്ട് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ റെഫ്രിജറേറ്ററൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കൂളറൊക്കെ വേണമെങ്കിൽ അതിനകത്ത് വെക്കാം എന്നുള്ളതാണ്. ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ഫ്രണ്ടിൽ എന്ന് പറയാനുള്ളത്. വേറെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലില്ല. ഈ ഒരു ഹുഡ് സ്പേസിനോട് സമാനമായിട്ട് തോന്നിക്കുന്ന തരത്തിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിൻഷീൽഡും കാണാം. വലിയ വിൻഷീൽഡുകളാണ്, അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സോഫ്റ്റ് ടോപ്പ് കാണാം. റൂഫ് ഫോൾഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അകത്തുനിന്ന് നമുക്ക് ഫോൾഡ് ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ലംബർഗിനി ഗയാഡോയുടെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്തും ആ ഒരു എയറോഡൈനാമിക് ഡിസൈനിൻ്റെ മികവ് നമുക്ക് കാണാം. ആ ഒരു വാഹനത്തിൻ്റെ നിൽപ്പ് തന്നെ ആ ഒരു തരത്തിലാണ് എന്ന് പറയാം. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു മിഡ് എഞ്ചിൻ സ്പോർട്സ് കാറാണ് ഈ വാഹനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇവിടെ നമുക്കൊരു 19 ഇഞ്ച് അലോയ് വീല് കാണാം. 2 അലോയ് വീലുകളും 19 ഇഞ്ച് ആണ് എങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സൈസിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് 235 ആണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് 295 ആണ്. അതായത് ഒരു ഡ്രൈവിംഗ് ഡൈനാമിസം വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടിയിട്ട് 2 പ്രൊഫൈലുകളായിട്ടാണ് ഈ വാഹനത്തിൻ്റെ ടയറുകളെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗം കാണാൻ കഴിയും. അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറർ കാണാം. ഇവിടെ ഒരു എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LP564 എന്ന് പറയുന്ന ഈ വാഹനത്തിൻ്റെ കോഡ് നെയിമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് കാലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അത് ലംബോർഗിനിയുടെ ബാഡ്ജിങ്ങോട് കൂടി വന്നിട്ടുണ്ട്. ഇവിടെയും ഒരു എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 90 ലിറ്റർ ഫ്യൂവൽ കപ്പാസിറ്റിയുള്ള ഫ്യൂവൽ ലിറ്റും നമുക്കവിടെ കാണാൻ കഴിയും. ഇത്രയാണ് സൈഡ് പ്രൊഫൈലിൽ നിന്ന് കാര്യമായിട്ട് പറയാനുള്ളത്. ഇനി ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ലംബോർഗിനി ഗയാഡോയുടെ ബാക്ക് പ്രൊഫൈൽ വരുന്നത്. നമ്മൾ പോണി കാറുകളെ കുറിച്ച് പറയുന്ന സമയത്ത് വലിയ ഹുഡ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ വാഹനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് വലിയ എൻജിൻ റൂം എന്ന് പറയേണ്ടി വരും. എൻജിൻ റൂം ഇതിനകത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്. കണ്ടോ, ഇതൊരു എയർ സർക്കുലേഷൻ സിസ്റ്റം പോലെ കൊടുത്തിട്ടുണ്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കാണാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹുഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രമാണ്, അല്ലാത്ത സമയത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ നമുക്ക് ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. ആരോകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ലംബോർഗിനിയുടെ ഒരു ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ ഒരു ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നെറ്റ് ഡിസൈനിൽ ഒരു എയർ ഇൻടേക്ക് ഭാഗം കൊടുത്തിട്ടുണ്ട്. ബ്രീത്തിങ് സിസ്റ്റം ആണെന്ന് പറയാം. അതുപോലെ തന്നെ താഴെ നമുക്ക് ഡിഫ്യൂസർ യൂണിറ്റ് കാണാം. പിയാനോ ബ്ലാക്ക് കളറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എക്സോസ്റ്റ് സിസ്റ്റവും കാണാം. ഡുവൽ എക്സോസ്റ്റ് ഇവിടെയുണ്ട്. അതേപോലെ തന്നെ അവിടെയും നമുക്ക് 2 എക്സോസ്റ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയുണ്ട്? ഹെവി അല്ലേ? ഇതാണ് ലംബോർഗിനി ഗയാഡോയുടെ എക്സോസ്റ്റ് നോട്ട്. അത് നമുക്ക് എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്രയും സൗണ്ട് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോർ ഹാൻഡിൽസിനെ ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെയാണ്. ബോഡി കളേർഡ് ആയിട്ടുള്ളൊരു ഡോർ ഹാൻഡിൽസാണ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗം വരുന്നത്. ഒരു ബ്ലാക്ക് ഇൻറ്റീരിയറാണ്. അതുപോലെ തന്നെ ഇതാണ് ഡോർ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രെയിംലെസ് ഡോറാണ്. കുറച്ച് നീളം കൂടുതലാണ്. ഇവിടെ നമുക്ക് ലോക്ക് അൺലോക്ക് കാണാം. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് കാണാം. മ്യൂസിക് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. അതുപോലെ തന്നെ ഒരു സ്പീക്കർ സിസ്റ്റത്തിൻ്റെ ഭാഗം ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ഗയാഡോ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ ഇതാണ് സീറ്റിംഗ്. ലെതർ സീറ്റിങ്ങോടുകൂടി വന്നിട്ടുള്ള വളരെ കുഷ്യനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റിംഗ് ഓപ്ഷനാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് അകത്ത് കയറി ഇരുന്നിട്ട് പറയാം. അപ്പോൾ നമ്മളിരിക്കുന്നത് ലംബോർഗിനി ഗയാഡോ 2013 മോഡലിൻ്റെ അകത്താണ്. 2013 മോഡൽ എന്ന് പറയുമ്പോൾ ഈ സീരീസിലെ അവസാന വാഹനങ്ങളിലൊന്ന് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 2013 ഗയാഡോ എന്ന് പറയുന്ന മോഡൽ അവസാനിക്കുകയും 2014 ഹുറൈക്കാൻ എന്ന് പറയുന്ന മോഡലുമായിട്ട് മാറ്റം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്താണ് നമ്മളിരിക്കുന്നത്. ഇവിടെ ലംബോർഗിനി എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. AC വെൻറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 ഇവിടെ കാണാം. പ്രഷറിൻ്റെയും അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെയും ബാറ്ററിൻ്റെയും ഒക്കെ ഓരോ മീറ്ററുകൾ കാണാം. ഇതിനകത്തെ എഴുതിയിട്ടുള്ളതൊക്കെ കണ്ടോ, പ്രഷർ ഓലിയോ,
ടെമ്പറേച്ചർ ഓലിയോ അങ്ങനെ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയ, അതൊക്കെ ആ ഒരു ഇറ്റാലിയൻ പ്രൊണൗൺസിയേഷൻ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം, ഒരു ചെറിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാവിഗേഷൻ, ഇൻഫോ, റേഡിയോ, മീഡിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയുണ്ട് മ്യൂസിക് സിസ്റ്റം? മോശമല്ലാത്തൊരു മ്യൂസിക് സിസ്റ്റമാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ ലംബോർഗിനിയുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നോക്കിയാൽ ഒന്ന് റൈസ് ചെയ്യണേ, ഈ ഒരു സൗണ്ടിൽ പോകുന്ന സമയത്ത് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം അങ്ങനെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് കൺട്രോളുകൾ കാണാം. ഒന്ന് നമ്മുടെ പവർ വിൻഡോ കൺട്രോള് ഉണ്ടോ, അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്യുവൽ ലിഡിൻ്റെ ഓപ്പൺ ബട്ടൺ, അതുപോലെ തന്നെ ESCയുടെ കൺട്രോൾ, ഹസാർഡ് ലാമ്പിൻ്റെ കൺട്രോൾ, ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾ, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ വിൻഡോയുടെ കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ടോഗിൾ സ്വിച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്, അതിൻ്റെ കൺട്രോളുകളും കാര്യങ്ങളും ഇവിടെ കാണാം. വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മിററിൻ്റെ കൺട്രോൾ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ക്യാമറ കാണാനുള്ള സെറ്റപ്പ് കണ്ടോ, അതിൻ്റെ ഒരു ബട്ടൺ കാണാം. അതുപോലെ തന്നെ നമ്മുടെ സസ്പെൻഷൻ പൊക്കാനുള്ള ഒരു ബട്ടൺ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവ് മോഡുകൾ കാണാം, സ്പോർട്ട്, കോഴ്സ്, ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2 ടോഗിൾ സ്വിച്ചുകൾ കാണാം. അതിലൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺവേർട്ടബിൾ ഓപ്പൺ ചെയ്യാനുള്ളതാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ആദ്യമൊക്കെ താഴ്ന്നു, പിന്നെ ഇവിടെ നിന്ന് ഫോൾഡ് ആവാൻ തുടങ്ങി. കണ്ടോ, ആ സാധനം പൊങ്ങി വന്നു, കണ്ടോ പൊങ്ങി, സോഫ്റ്റ് ഓഫ് ഫുൾ അതിനകത്തേക്ക് പോയി, അത് വീണ്ടും ക്ലോസ് ആയി. ഇപ്പോൾ ഈ വാഹനം ഫുള്ളി ഓപ്പൺ എയർ വാഹനമാണ്. അത്യാവശ്യം ഹെഡ് റൂമൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു ഹെഡ് റൂമുള്ള ഒരു വാഹനം എന്ന് തന്നെ നമുക്കിപ്പം ഈ ഒരു വാഹനത്തെ വിശേഷിപ്പിക്കാം. വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ പവർ ബ്രേക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ആഷ്ട്രേ കൊടുത്തിട്ടുണ്ട്. ആഷ്ട്രേ ശരിക്കും പറഞ്ഞാൽ കോ ഡ്രൈവറുടെ ഭാഗത്തേക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ സിഗരറ്റ് വലിക്കേണ്ട എന്നുള്ള ഓപ്ഷനാണ് തോന്നുന്നുണ്ട്. ഇവിടെ നമുക്ക് റിവേഴ്സ് ഗിയർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് കാണാം. കൊള്ളാമല്ലോ, നല്ല ഒരു വെറൈറ്റി പാഡിൽ ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഒരു സ്പോർട്ടി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതിൻ്റെ ഒരു ഫീല് നമുക്ക്, അതൊരു സ്പോർട്സ് വാഹനമാണ് എന്നുള്ളതിൻ്റെ ഒരു ഫീല് നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ 8.5 അതിനുശേഷമാണ് റെഡ് ലൈൻ ചെയ്തിട്ടുള്ളത്. അതായത് 8500 RPM ശേഷം വാഹനം റെഡ് ലൈനാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ചില്ലറ പൈസ, ചോക്ലേറ്റ്, മിഠായികൾ ഒക്കെ വേണമെങ്കിൽ സൂക്ഷിക്കാവുന്ന തരത്തിൽ ഈ ഒരു ഭാഗം, ഇത് നമ്മുടെ ട്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഭാഗമാണ്. ബാക്കിൽ ഇവിടെ നമുക്ക് റീഡിംഗ് ലാമ്പിൻ്റെ ബട്ടണുകൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലുണ്ടോ, പിന്നെ അതുപോലെ തന്നെ ഓൺ ഓഫ് നമുക്ക് മൊത്തം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതൊരു എയർ ബാഗിൻ്റെ ഭാഗം കാണാം. അതുപോലെ തന്നെ ഗ്ലോ ബോക്സും നമുക്ക് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഗ്ലോ ബോക്സാണ്, അത്യാവശ്യം ഫയലും കാര്യങ്ങളും മാത്രം സൂക്ഷിക്കാവുന്ന ആ തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതാണ്. ഫീച്ചർ വൈസ് പറയുന്ന സമയത്ത് ധാരാളം ഫീച്ചറുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും ധാരാളം ഫീച്ചറുകൾ കാണിക്കാനും ഒന്നുമല്ല ലംബോർഗിനി എന്ന് പറയുന്ന വാഹനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കുള്ളത്. നേരെ കുറച്ച് ഡ്രൈവാണ്. വാഹനം എടുത്ത് RPM കയറ്റി നല്ലൊരു ഹൈവേയിലൂടെ ഓടിക്കുന്ന സമയത്ത് മാത്രമാണ് ലംബോർഗിനി എന്ന് പറയുന്ന വാഹനത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാഹനം എടുത്തൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതിന് എൻജിൻ റിലേറ്റഡ് ആയിട്ട് ഈ വാഹനം എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമുക്കൊന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ലംബോർഗിനി ഗയാഡോയുടെ അകത്താണ്. നമ്മളിതൊന്ന് ഓടിച്ച് നോക്കാൻ പോവുകയാണ്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലംബോർഗിനിയുടെ ഒരു കരുത്ത് നമ്മൾ പരീക്ഷിച്ച് നോക്കുക എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് എക്സോസ്റ്റ് നോട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓട്ടോ മോഡിലിട്ടിട്ട് നമുക്ക് ഓടിക്കാം. അതുപോലെ തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സും നമുക്കുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ആദ്യം പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ച് ഫസ്റ്റ് ഗിയറിലിട്ടു. ഞാനൊന്ന് ആക്സലറേഷൻ കൊടുത്ത് എടുക്കാൻ പോവാണ്. റെഡി? വാഹനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു വിമാനത്തിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് വിമാനം റൺവേയിലേക്ക് കയറ്റി അതിന് ശേഷം വാഹനം കൊണ്ട് കുതിച്ച് പോകുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ന്യൂട്ടൺ എഫക്റ്റും കാര്യങ്ങളൊക്കെ അത് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വാഹനം എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത്. അപ്പോൾ നമ്മളൊന്നും കൂടി ആക്സലറേഷൻ കൊടുക്കണേ. ഇത് ശരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവ് ഫീൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ വീഡിയോയിലൂടെ എക്സ്പ്രസ് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം
അത്രയും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിലേക്ക് നമ്മൾ ഈ ഒരു വാഹനം കൊണ്ടെത്തിക്കുന്നുണ്ട്. അത്രമാത്രം ഒരു പെർഫോമൻസ് ആണ്. വാഹനം എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു 540 Nm ടോർക്ക് എന്ന് പറയുന്ന ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം, അല്ലെങ്കിൽ ഒരു സവിശേഷ ഗുണം എന്നൊക്കെ നമുക്ക് പറയാം. ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 5204 cc കരുത്ത് പകരുന്ന ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിനകത്തുള്ളത്. ആ ഒരു എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത് 550 PS ഹോഴ്സ് പവറും 540 Nm ടോർക്കുമാണ്. അങ്ങനെ പറയുന്ന സമയത്ത് വളരെ കരുത്തുറ്റ ഒരു എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിനകത്തുള്ളത്. ചെറിയൊരു എഞ്ചിനല്ല, വളരെ കരുത്തുറ്റ ഒരു എഞ്ചിൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ ഒരു എഞ്ചിൻ പെർഫോമൻസ് പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഉയർന്ന RPM വരുന്നത്, ഇപ്പോൾ വളരെ കുറഞ്ഞ സ്പീഡിൽ പോകുന്ന സമയത്ത് മോശം എന്നുള്ളൊരു ഫീലൊന്നുമില്ല, നല്ലൊരു ഫീലൊക്കെ തന്നെയാണ് നമുക്ക് ഡ്രൈവ്. പക്ഷേ നല്ലൊരു RPM കയറ്റുന്ന സമയത്ത് നല്ല ഒരു ഫീലിലേക്ക്, അതായത് വളരെ കംഫർട്ടായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിലേക്ക് നമ്മൾ ഈ ഒരു വാഹനം എത്തുന്നുണ്ട്. അതും നമുക്ക് എടുത്തു പറയാവുന്ന ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. ഈ വാഹനം 0 to 100 കിലോമീറ്റർ വേഗത എത്താൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.9 സെക്കൻഡാണ്. അതുപോലെ തന്നെ അറേ ഈ വാഹനത്തിന് അവകാശപ്പെടുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.4 ആണ്. സിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അതൊരു 4 km/ലിറ്റർ ഒക്കെ എന്നുള്ള ഗണത്തിലേക്കാണ് വരിക. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ പാഡിൽ ഷിഫ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് ഓട്ടോയിലാക്കി. 6 സ്പീഡ് 80 ആണ് ഈ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. മോശമൊന്നുമല്ല, അത്യാവശ്യം നല്ല റെസ്പോൺസീവാണ്. അതുപോലെ തന്നെ ചെറിയ ആ ഒരു ഗിയർ മാറുന്ന സമയത്തുള്ള ആ ഒരു ചാട്ടം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഡ്രൈവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫീൽ ഗുഡ് ഡ്രൈവ് തന്നെയാണ്. കർവുകളൊക്കെ വളയുമ്പോൾ കണ്ടോ, ഒരു പ്രശ്നമില്ല, വളരെ കൂളായിട്ട് നമുക്ക് കർവൊക്കെ വളച്ചു പോകാം. വളരെ കോൺഫിഡൻ്റ് ആണ്, വളരെ ഗ്രിപ്പാണ്. അതായത് നമ്മൾ ഈ ഒരു വാഹനത്തിനകത്ത് കയറി ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ കോൺഫിഡൻസ് ലോസും നമുക്കില്ല എന്നുള്ളതാണ്. അതായത് യാതൊരു തരത്തിലുള്ള കോൺഫിഡൻസും നമുക്ക് നഷ്ടപ്പെടാനില്ല. വളരെ കംഫർട്ടാണ്. പിന്നെ വിസിബിലിറ്റി ഒന്നും കുഴപ്പമൊന്നുമില്ല. ഹെഡ് റൂമും അത്യാവശ്യം നല്ല ഹെഡ് റൂമും കാര്യങ്ങളും ഒക്കെയുണ്ട്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി വാഹനം. നമ്മൾ ഒരു ഡ്രൈവ് എന്തൂസിയാസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാഹനം ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നല്ല പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നൊക്കെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അവരുടെ ലിസ്റ്റിൽ ഈ ഒരു വാഹനം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനത്തെ ആൾക്കാർ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വാഹനമാണ് ലംബർഗിനിയുടെ വാഹനങ്ങൾ എന്നാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വാഹനം കാണാനും ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ ലംബോർഗിനിയുടെ വീഡിയോ പറഞ്ഞപ്പോൾ ഡ്രീം കാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സത്യമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്ന് നമ്മൾ ഈ ഒരു വാഹനമായിട്ട് ഷൂട്ടിന് വേണ്ടിയിട്ട് ഡെക്കാത്തലോൺ പരിസരത്ത് വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ. കാരണം അത്രയധികം ആളുകൾ ഫാമിലിയായിട്ട് വന്ന് ഫോട്ടോ എടുക്കുന്നു, ഫ്രണ്ട്സായിട്ട് വന്ന് ഫോട്ടോ എടുക്കുന്നു. അവസാനം പലരോടും നമുക്ക് നോ പറയേണ്ട സിറ്റുവേഷൻ വന്നു, കാരണം സമയം പ്രശ്നമായതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ആരെങ്കിലും, ഞാൻ ഒരിക്കൽ കൂടി പറയണം, അങ്ങനത്തെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയുകൊണ്ട് ഇതെങ്ങനെ ന്യൂട്രലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 പാഡിൽ ഷിഫ്റ്റ് കൂടി ഒരുമിച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ന്യൂട്രലിലേക്ക് വരും. അത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ലംബർഗിനി ഗയാഡോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ സവിശേഷതകളും ഒക്കെ ആയിരുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ, അതായത് ഒരു 5 ലിറ്റർ എഞ്ചിൻ, 550 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കിടിലൻ എഞ്ചിൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള ഒരു മെഷീനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ വാഹനമായിരുന്നു ഇത് എന്നുള്ളതും ഈ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയാണ്. അതായത് ഈ സ്റ്റിയറിംഗ് വീലും ഈ സീറ്റിലും ഒക്കെ ഇരുന്ന് ഓടിച്ചിരുന്നത് വളരെയധികം സെലിബ്രിറ്റി വാല്യൂ ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് ആരാധകരും ഒരുപാട് ഫാൻ ബേസും ഉള്ള വിരാട് കോഹ്ലി ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒന്നാമത്തെ പ്രത്യേകത ഇത് ലംബോർഗിനിയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇതിലും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ തന്നത് റോയൽ ഡ്രൈവാണ്. നിങ്ങൾക്ക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം റോയൽ ഡ്രൈവിനെ വിളിക്കാം. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ ഇതിലും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.